ഇത് സ്വർഗത്തിൽ കടക്കുവിൻ. അതല്ലേ നമ്മുടെ മക്കത്ത് ആയിഷ പള്ളി, തൻഈം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെയുള്ള തൂക്കുമരത്തിൽ ഷഹീദായ സഹാബി വര്യനിലെ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയും, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കഴുമരത്തിലേറ്റാണ്. അങ്ങനെ കഴുമരത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പറയാം, ഖുബൈബേ, സുന്ദരിയായ പെണ്ണിനെ കെട്ടിച്ചു തരാം, നിനക്ക് എല്ലാ പൈസയും തരാം, സുഖങ്ങളും തരാം, നിന്നെ കഴുമരത്ത് ഞങ്ങൾ രക്ഷിക്കണം. ഒറ്റ മാർഗം, ഒന്ന് മുഹമ്മദിനെ തള്ളി പറഞ്ഞാൽ മതി. കഴുമരത്തിൽ കിടന്നിട്ടാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ മുത്തുനബിയെ തള്ളി പറയുന്നത് പോയിട്ട് എന്റെ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ഈ ഖുബൈബിന് ചിന്തിക്കാൻ വയ്യ, ധിക്കാരികളെ എന്ന് പറഞ്ഞിട്ട് തൻഈമിലെ തൂക്കുമരത്തിൽ കിടന്ന് മഹാനവറുകൾ ഷഹീദാകുമ്പോൾ അതാ ആയത്തിറങ്ങുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹബീബുൻ നജ്ജാർ മുൻമുറക്കാരനാണെങ്കിൽ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു തിരുനബി തങ്ങളുടെ കാലത്തുള്ള മഹാനായ സഹാബി. ആ സഹാബിയുടെ മൗത്തിന്റെ നേരം അതേ മലക്കുകൾ വന്നിട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തനായ ആത്മാവേ, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ വിളിക്കുകയാണ്. അവരോ ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് സംതൃപ്തനായി കടന്നു വരൂ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതേ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയാണ്, എന്റെ ആദരവുള്ള പിരിശമുള്ള അടിമകളിൽ കടന്നോളൂ. ഫദ്ഖുലി ജന്നതി, എന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചു എന്ന ഒറ്റ കാരണത്താൽ മക്കയിലെ കാഫിറുകൾ തനീമിലെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ കിടന്ന് ഷഹീദാകുമ്പോൾ മലക്കുകൾ വന്ന് ഓതിക്കൊടുത്ത ആയത്താണ് ഞാൻ കേൾപ്പിച്ചത്. അതേ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അന്നുള്ള ഫാസിസ്റ്റുകളുടെ ഭീകരമായ താടനങ്ങളേറ്റ് ഷഹീദാകുമ്പോൾ അല്ലാഹു തആല മലക്കുകളെ അയച്ചിട്ട് പറഞ്ഞതാണ്, ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുകറമീൻ. അല്ലാഹുവേ, അവരുടെ ഈമാന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ ഈമാനിലാക്കണേ അല്ലാഹുവേ. അവരെ ഞങ്ങൾ ഹുബ്ബ് വെക്കുന്ന റബ്ബേ, അവരുടെ ഒരു ആദർശത്തിന്റെ കരുത്ത് ഞങ്ങളിലും നീ തരണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അതാണ് സൂറത്ത് യാസീൻ. അങ്ങനെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ആ അന്താക്കിയക്കാർ എത്രയും വലിയ തോന്നിയാസല്ലേ ചെയ്തത്? അല്ലാഹു പറയുന്നു, അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ. ആ നാട്ടുകാർക്ക് പിന്നെ അല്ലാഹു ഒരു വിളിയും കൽപ്പിച്ചില്ല. എന്താക്കിയെന്നറിയോ? ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഒറ്റ ഘോര ശബ്ദം, ഫഇദാഹും ഖാബിദൂൻ, ആ നാടൊന്നടങ്കം കരിഞ്ഞുപോയി. കണ്ടോ, ആ നാട്ടിനെ അല്ലാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്. അതാ പറയുന്നത്. മറ്റുള്ളിടത്തൊക്കെ അല്ലാഹ് ശത്രുക്കളാണെങ്കിലും തോന്നിയാസങ്ങളാണ് ഒരു പരിഗണന. എന്നാൽ ഈ അന്താക്കിയക്കാർക്ക് ഒരു പരിഗണനയൊന്നും കൊടുത്തില്ല. മാത്രമല്ല ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഷഹീദായി. അപ്പുറത്തെ സാദിഖ്, സദൂഖ്, ശലൂം പീഡനങ്ങളുടെ മർദ്ദനങ്ങളുടെ ഒരുപാട് അധ്യായങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവർ പ്രബോധനം ചെയ്ത് അവസാനം അവരുടെയും അന്ത്യം അങ്ങനെയാണ് ഉണ്ടായത്. അന്താക്കിയക്കാരുടെ ക്രൂരമായ ക്രൂരതയിലൂടെ അവരും ഷഹീദായി. അപ്പൊ ആ നാട്ടിനെ അല്ലാഹ് എന്താ ചെയ്തതെന്നറിയോ? ഒരു പരിഗണന അല്ലാഹ് കൊടുത്തില്ല. അല്ലാഹു പറയാ, ഇൻ കാനത് ഇല്ലാ സയ്യതൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം, അതോടുകൂടി ഫഇദാ ഹും ഖാബിദൂൻ, ആ നാടൊന്നടങ്കം
കരിഞ്ഞ് ചാമ്പലായി പോയി. അങ്ങനെയാണ് ഉണ്ടാക്കിയ കാലം അല്ലാഹു നശിപ്പിച്ചത്. എന്നിട്ട് പറയാണ് യാ ഹസ്രതൻ അലൽ ഇബാദ്, സങ്കടമേ മനുഷ്യന്റെ സങ്കടമേ, മാ യതീം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എപ്പോ സുവിശേഷവുമായിട്ട് ദീനിന്റെ ആൾക്കാർ വരുന്നുണ്ടോ അവരെയൊക്കെ പരിഹസിക്കുക എന്നത് മനുഷ്യന്മാരുടെ ഒരു പതിവായി പോയല്ലോ എന്നൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ചരിത്രത്തിന് അല്ലാഹു സൂറത്ത് യാസീനിൽ വിരാമമിടുന്നത്. അതുകൊണ്ട് ആര് നല്ല കാര്യം പറഞ്ഞാലും അവരെ പരിഹസിക്കരുത്, അവരെ അവഹേളിക്കരുത് എന്നുള്ള ഒരു പാഠവും കൂടി നൽകിക്കൊണ്ടാണ് ഈ ചരിത്രത്തിന് അല്ലാഹു 30-ാമത്തെ ആയത്തിൽ പര്യവസാനം കുറിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഇനി വരുന്ന ആയത്തോ ഞങ്ങളെ പറഞ്ഞില്ലേ, ശാസ്ത്രീയ അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന ആയത്തുകളാണ് ഈ 31 മുതൽ 40 വരെ. അത് കഴിഞ്ഞാൽ മഹ്ശറ വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ സൂറെന്ന കാഹളം വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ സ്വർഗം വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ നരകം വരുന്നുണ്ട്. സൂറത്ത് യാസീനിൽ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അപ്പൊ യാസീൻ എന്ന് പറഞ്ഞാൽ ഹബീബിങ്ങളെ, അത് മാത്രം മതി ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ സുരക്ഷിതത്വത്തിനും. അതുകൊണ്ടാണ് എല്ലാ മുസ്ലിമിന്റെയും മനസ്സിൽ ഈ സൂറത്ത് ഉണ്ടാകണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുവെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കാനുള്ള കാരണം അതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, സൂറത്ത് യാസീനിന്റെ ഒരുപാട് പോരിശനങ്ങൾ കേട്ടു റബ്ബേ. ആ യാസീനുമായി ബന്ധപ്പെട്ട് ആ മഹാത്മ്യങ്ങളൊക്കെ നേടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്.